ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു ഒരു കഥ സിലിട്ടുമാസ്. മൈ ഡിയർ സ്വത്തുകുട്ടികളെ, ഹെർക്കുൾ പോയ്റോട്ട് എന്ന കഥാപാത്രത്തിന്റെ ഒരു സിനിമ നമ്മൾ കണ്ടതായിരുന്നു. മേർഡർ ഓൺ ദ ഓറിയന്റ് എക്സ്പ്രസ്. മിസ്റ്ററി നിറഞ്ഞൊരു ട്രെയിനിലെ കൊലപാതകം, അതിലെ കുറ്റവാളി ആരാണെന്ന് കണ്ടുപിടിക്കുന്ന കഥയായിരുന്നു നമ്മൾ കണ്ടത്. അവസാനം പ്രതീക്ഷിക്കാത്തൊരു ട്വിസ്റ്റും ഉണ്ട്. അതുപോലെ തന്നെ രസിച്ചിരുന്ന് കാണാൻ പറ്റിയ ഹെർക്കുലീസ് പോയ്റോട്ട് എന്ന കഥാപാത്രത്തിന്റെ മറ്റൊരു സിനിമയാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയ എ ഹോണ്ടിങ് ഇൻ വെനീസ്. വെള്ളത്താൽ ചുറ്റപ്പെട്ട വെനീസ് എന്ന നഗരത്തിൽ ഒന്നിനു പുറകെ ഓരോന്നായി ഒരു വീട്ടിൽ നടന്ന കൊലപാതകങ്ങൾ. അതിലെ ചുരുളഴിക്കാൻ വരാണ് നമ്മുടെ നായകൻ ഹെർക്കുലീസ് പോയ്റോട്ട്. എന്നാ പിന്നെ സിനിമയുടെ കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന നമ്മുടെ കൂട്ടുകാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. നമുക്കിപ്പോ ഈ കഥയിലേക്ക് കിടക്കാം. ഈ സിനിമയുടെ തുടക്കത്തിൽ 1947 ഇറ്റലിയിലെ വെനീസ് നഗരം. ഒരുപാട് ഭംഗിയുള്ള നഗരമാണ്. ഒരുപാട് ചുരുളഴിയാ രഹസ്യങ്ങൾ ഒളിഞ്ഞു കിടക്കുന്ന നഗരം. അവിടെ ജോലിയിൽ നിന്ന് വിരമിച്ച് തന്റെ റിട്ടയർമെന്റ് ജീവിതം ആസ്വദിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് നമ്മുടെ കഥയിലെ നായകൻ ഹെർക്കുലീസ് പോയ്റോട്ട്. തനിക്ക് വേണ്ടതെല്ലാം വളരെ ക്ലീൻ ആയിരിക്കണം, പെർഫെക്റ്റ് ആയിരിക്കണം. അതിന് പുള്ളിക്കാരന് നിർബന്ധമുണ്ടെന്ന് നമുക്ക് നേരത്തെ അറിയാം. ആളിങ്ങനെ ഒളിച്ച് താമസിക്കുകയാണെങ്കിലും ശരി, മണത്ത് കണ്ടുപിടിക്കുന്ന ആൾക്കാരുണ്ടാവുമല്ലോ. എങ്ങനെയൊക്കെയോ വിവരങ്ങൾ ലീക്കായിട്ട് കുറച്ചു പേര് ഈ നഗരത്തിലും ഹെർക്കുലീസിനെ ഫോളോ ചെയ്യുന്നുണ്ട്, അവരുടെ പല കേസുകെട്ടുകൾക്കും വേണ്ടിയിട്ട്. എന്നാൽ അവരെ ഒന്നും മൈൻഡ് ചെയ്യുന്നില്ല പോയ്റോട്ട്. താനിപ്പോൾ ലീവിലല്ലേ, അത് ലീവായി തന്നെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് അവരെ ശ്രദ്ധിക്കാതെ മുന്നോട്ട് പോകുന്നു. പോയ്റോട്ടിന് കാവൽക്കാരനായി ഒരു സെക്യൂരിറ്റി ഗാർഡും ഉണ്ട്. ആരെയും പോയ്റോട്ടിന്റെ അടുക്കലേക്ക് അയാൾ അനുവദിക്കില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഏതോ ഒരു സ്ത്രീ വളരെ അത്യാവശ്യമായി പോയ്റോട്ടിനെ കാണണം എന്ന് പറഞ്ഞു വന്നിരിക്കുന്നു. സെക്യൂരിറ്റി ഗാർഡ് പറയും, സർ, ആ ലേഡി ഈ ആപ്പിൾ എനിക്ക് കാണിച്ചിട്ട് ഇത് കാണിച്ചാൽ നിങ്ങൾക്ക് അവരെ മനസ്സിലാകും എന്ന് പറഞ്ഞു. ആ ആപ്പിള് കാണുമ്പോഴാണ് ഹീറോയ്ക്ക് മനസ്സിലാവുന്നത് കാണാൻ വന്നിട്ടുള്ളത് പ്രശസ്ത എഴുത്തുകാരിയായ നീലത്തൊപ്പിക്കാരിയാണെന്ന്. പേര് മറന്നുപോയി. രണ്ടുപേരും കണ്ടുമുട്ടി ഒരു ചായയൊക്കെ കുടിക്കുന്നുണ്ട്. പണ്ടത്തെ സൗഹൃദം, അന്ന് അവർ കണ്ടുമുട്ടിയ കാലത്തെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ട് ചേച്ചി നേരിട്ട് വിഷയത്തിലേക്ക് കടക്കും. അവരൊരു മിസ്റ്ററി റൈറ്ററാണ്. പല കുറ്റാന്വേഷണ ബുക്കുകൾ എഴുതിയിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ടൗണിൽ വളരെ നിഗൂഢമായ ഒരു കേസിനെ പറ്റി അവർ അറിയുന്നു. അത് അന്വേഷിക്കാൻ വേണ്ടി അവർ വന്നു. അപ്പോഴാണ് പോയ്റോട്ട് ഇവിടെ ഉണ്ട് എന്ന ന്യൂസ് അവർക്ക് കിട്ടുന്നത്. അങ്ങനെ അവർ നേരെ പോയ്റോട്ടിനെ കാണാൻ വന്നിരിക്കുന്നു. എത്രയും പെട്ടെന്ന് നിങ്ങൾ എന്റെ കൂടെ വരണം എന്ന് പറഞ്ഞ് അവർ ഹീറോയെ നിർബന്ധിച്ച് കൂടെ വിളിച്ചുകൊണ്ട് പോകുന്നു. ഹീറോയ്ക്ക് താല്പര്യമില്ല. ഞാൻ റിട്ടയർമെന്റിലാണെന്ന് പറഞ്ഞിട്ടും ആ സ്ത്രീ കേൾക്കുന്നില്ല. നിങ്ങൾ എന്റെ കൂടെ വരൂ, താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് അവിടുന്ന് തിരിച്ചു പോകാം എന്നും പറഞ്ഞ് അവർ വിളിച്ചുകൊണ്ട് പോവാണ്. പോകുന്ന വഴി ഒരു പേപ്പർ കട്ടിംഗ് അവർ ഹീറോയ്ക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. മിസ് റെയ്നോൾഡ്സ് എന്ന് പറയുന്ന ഒരു സ്ത്രീയെ പറ്റിയായിരിക്കും അതിലെ ന്യൂസ് കൊടുത്തിരിക്കുന്നത്. ആ സ്ത്രീ ഒരു മന്ത്രവാദിയാണ്. അവര് പ്രേതങ്ങളോട് സംസാരിക്കും, പ്രേതങ്ങളെ വിളിച്ചു വരുത്തി എങ്ങനെയാണ് അവരുടെ മരണം സംഭവിച്ചതെന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കും. ഇങ്ങനെ ഒരു കഥ പരക്കെയുണ്ട്. എന്നാൽ അവര് ചെയ്യുന്നത് മാജിക് ആണ്, ആൾക്കാരെ പറ്റിക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരി പലപ്പോഴും അറസ്റ്റിലാവുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ആള് ജാമ്യത്തിൽ പുറത്താണ്. ആ മന്ത്രവാദിക്ക് ഇവിടത്തെ ഒരു വീട്ടിലേക്ക് ക്ഷണം കിട്ടിയിട്ടുണ്ട്. ആ വീട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. അവിടെയാണ് ഒരുപാട് മിസ്റ്ററീസ് ഒളിഞ്ഞു കിടപ്പുള്ളത്. അവിടുത്തെ കഥകളൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. എന്നാൽ ഇത്രയും ബുദ്ധിമതിയായ ഞാൻ പോലും വിശ്വസിച്ചു പോകുന്ന ഹോണ്ടിങ് കഥകളാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത്. നിങ്ങൾ തീർച്ചയായും എന്റെ കൂടെ വരണം. ഇന്ന് വൈകിട്ട് നമ്മൾ പോകുന്നു എന്ന് പറഞ്ഞ് ലേഡി അവിടുന്ന് പോകും. അടുത്ത സീൻ കാണിക്കുമ്പോൾ ഹീറോയുടെ സെക്യൂരിറ്റി ഗാർഡ്, ആ എഴുത്തുകാരി ലേഡി, ഇവരെല്ലാം കൂടി ഒരു ചുവന്ന കൊട്ടാരം വീട്ടിലേക്ക് പോകുന്നുണ്ട്. ആ വീട്ടിലാണെങ്കിൽ ഇന്ന് കുട്ടികൾക്ക് വേണ്ടിയുള്ള ഹലോവിൻ പാർട്ടി നടക്കുകയാണ്. കുട്ടികളെയൊക്കെ ഇരുത്തി തിരയിലൂടെ ഏതോ ഒരു കഥ കാണിക്കുന്നുണ്ട് ഇവര്. ഈ ചുവന്ന വീട് ആ നാട്ടിൽ തന്നെ ഒരുപാട് പ്രേത കഥകളുടെ ആസ്ഥാനമാണ്. പഴയ ഭാർഗവി നിലയം പോലെ. അവിടെ ഒരുപാട് കുട്ടികളെ പൂട്ടിവെച്ച് കൊന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞുള്ള ഒരു പഴയ കഥ കേൾക്കാം. ആ കഥയാണ് ഇപ്പൊ കുട്ടികൾക്ക് തിരയിലൂടെ കാണിച്ചു കൊടുക്കുന്നത്. ഇന്ന് ഹലോവിൻ പാർട്ടി ദിവസമല്ലേ. സോ കുട്ടികളെ കുറച്ചേരം പേടിച്ചിട്ട് അവരെല്ലാം വിരുന്നിന് പറഞ്ഞു വിടുന്നു. ഈ ഹോണ്ടിങ് വീട് വാങ്ങിച്ച് അവിടെ കുറച്ച് വർഷങ്ങളായി താമസിച്ചിരിക്കുന്ന ആളാണ് നമ്മുടെ ഈ നീല ഗൗണിട്ട ചേച്ചി, ഈ വീടിന്റെ മുതലാളി. ആ വീട്ടിൽ തന്നെ ഒരു ചെറിയ കണ്ണട വെച്ച ജീനിയസ് പയ്യനുണ്ട്. എല്ലാ സമയത്തും പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുന്നതാണ് അവന്റെ പണി. പിഞ്ചിലെ പഴുത്തുപോയി എന്ന് പറയില്ലേ, അതുപോലെ കൊച്ചിലെ മുളച്ച് മരമായിരിക്കുന്ന ബുദ്ധി. അവനോട് പിള്ളേരെ കൂടെ കളിക്കുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ, കളികളൊക്കെ കുട്ടികൾക്ക് വേണ്ടിയുള്ളതല്ല, എനിക്ക് കളിച്ചു കളയാൻ സമയമില്ല, വളരെ വിലപ്പെട്ട കാര്യങ്ങൾ എനിക്ക് ചെയ്യാനുണ്ട് എന്നാണ് ആ പയ്യൻ പറയുക. അച്ഛൻ ഉറങ്ങിയാണാവോ, അച്ഛനും ഇങ്ങനത്തെ പാർട്ടികൾ ഇഷ്ടമല്ല, ഞാൻ അദ്ദേഹത്തെ ചെന്ന് കാണട്ടെ എന്ന് പറഞ്ഞ് ഈ പയ്യൻ അവന്റെ അച്ഛന്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. അച്ഛൻ ഇവിടുത്തെ ഡോക്ടറാണ്. നമുക്ക് അങ്ങേരെ അടുത്തടുത്ത സീനുകളിൽ കാണാം. ഈ വീട്ടിൽ തന്നെ ഒരു മാനേജർ ഉണ്ട്. കറുത്ത ഉടുപ്പിട്ട ഈ ലേഡിയാണ് മാനേജർ. മറ്റേ
നമ്മുടെ എഴുത്തുകാരി. മാനേജർ ആണെങ്കിൽ എഴുത്തുകാരിയുടെ വലിയൊരു ആരാധികയാണ്. നിങ്ങളുടെ കഥകൾ എനിക്ക് ഒരുപാട് ഇഷ്ടമാണെന്ന്, നിങ്ങളെ കണ്ടുമുട്ടിയത് വലിയൊരു ഹോണറാണെന്ന് അവരിങ്ങനെ മുഖ്യമന്ത്രിയെ വാഴ്ത്തുന്ന പോലെ വാഴ്ത്തി അടുത്തിരിക്കുകയാണ്. നമ്മുടെ വീട്ടമ്മയാണ് കുട്ടികൾക്ക് വേണ്ടി ഈ പാർട്ടിയൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്, ഓർഫൻസ് ആയ കുട്ടികൾക്ക് വേണ്ടി. അപ്പോഴാണ് ഒരു കുട്ടി പേടിച്ച് ബാൽക്കണിയിൽ നിന്ന് കരയുന്നത് ആ അമ്മച്ചി കാണുക. അവർ ചെന്ന് ആ കുട്ടിയെ സമാധാനിപ്പിച്ച് താഴേക്ക് വിളിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. ഈ സന്ദർഭത്തിലാണ് ഹീറോ ആ അമ്മച്ചിയും കുട്ടിയും കാണുന്നത്. ഇവരാണല്ലേ ഈ വീടിന്റെ ഉടമസ്ഥ എന്ന് ഹീറോ എഴുത്തുകാരിയോട് ചോദിക്കും. എഴുത്തുകാരി അതെ, അവരുടെ കയ്യിൽ ഒരുപാട് പണമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ ആ പണമൊന്നുമില്ല, അതെങ്ങോട്ട് പോയി എന്ന് അറിയൂല. ഈ വീട്ടിൽ താമസിച്ച എല്ലാവർക്കും എന്തെങ്കിലും ട്രാജഡികൾ സംഭവിച്ചിട്ടുണ്ട്. അവരുടെ മോൾക്കും 1 വർഷം മുന്നേ അങ്ങനെ വലിയൊരു വിപത്തുണ്ടായി. ഒരേ ഒരു മോള്, അവള് മരണപ്പെട്ടു. അങ്ങനെ ഇവരുടെ സംഭാഷണം നടക്കുമ്പോൾ ഇവിടെ മറ്റൊരു ക്യാരക്ടർ കാണിക്കുന്നു. അതാണ് നമ്മുടെ ഡോക്ടർ, ബുജ്ജിയായ ചെറുക്കന്റെ അച്ഛൻ. പുള്ളിക്കാരൻ ഡോക്ടർ ആണെങ്കിലും ആകെ അസ്വസ്ഥനാണ്, എന്തിനേക്കോ കണ്ട് പേടിക്കുന്നുണ്ട്. ആൾക്കാരും തിരക്കും കൂട്ടം എന്നൊക്കെ പറഞ്ഞാലും പുള്ളിക്ക് പേടിയാണ്. ആള് ഭയങ്കര നെർവസ് ആണ്. ഈ മകനായിരിക്കും അപ്പനെ കംഫർട്ട് ചെയ്യിക്കുക എല്ലാ സമയത്തും. ഹീറോ വീട്ടമ്മയെ കണ്ട് അവര് ചെയ്യുന്ന ഈ പുണ്യപ്രവൃത്തിയെ വാഴ്ത്തി പറയും. ഈ വീടും ഒരുപാട് ഭംഗിയുള്ളതാണ്, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വീട് സ്വന്തമാക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് സന്തോഷമുണ്ടെന്ന് പറയും ഹീറോ. അപ്പൊ ആ വീട്ടമ്മ, ഞാൻ ഇനി ഈ വീട്ടിൽ താമസിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല, നിങ്ങൾക്ക് അത്ര ഇഷ്ടമാണ്, ഈ വീട് അത്ര ഇഷ്ടമാണെങ്കിൽ നിങ്ങളിത് എടുത്തോളൂ, ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ എന്റെ കയ്യിൽ പണമില്ല, മാത്രമല്ല എന്റെ മോൾക്ക് നടന്ന വിപത്ത് അത് സംഭവിച്ചത് ഈ വീട്ടിലായതുകൊണ്ട് തന്നെ ഈ വീട് വിറ്റ് പോകാനും ബുദ്ധിമുട്ടുണ്ട്. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ കാര്യസ്ഥ ലേഡി, മേഡം നിങ്ങളെ കാണാൻ ഗസ്റ്റ് വന്നിട്ടുണ്ട്, നിങ്ങൾ കാത്തിരുന്ന ഗസ്റ്റ്. ആ ഗസ്റ്റ് മറ്റാരുമല്ല, മന്ത്രവാദി ലേഡിയാണ്. ഹീറോ ചോദിക്കും, നിങ്ങളിങ്ങനെ മന്ത്രവാദത്തിലൊക്കെ വിശ്വസിക്കുന്നുണ്ടോ? അത് കേട്ട് വീട്ടമ്മ പറയും, ഈ വീടാണ് അതിലെല്ലാം എന്നെ വിശ്വസിപ്പിച്ചത്. ഇവിടെ നിന്നും പല ശബ്ദങ്ങൾ കേൾക്കാം, പല അശരീരികൾ കേൾക്കാം. എന്റെ മോള് രാത്രിയെല്ലാം എഴുന്നേറ്റിരുന്ന് ആരോടൊക്കെയോ സംസാരിക്കുമായിരുന്നു, അവൾക്ക് പല ശബ്ദങ്ങളും കേൾക്കുന്നുണ്ടായിരുന്നു. അതിലൊന്നും ഞാൻ വിശ്വസിച്ചില്ല. പക്ഷെ ഇപ്പോ അവൾ എന്നെ വിട്ടുപോയി. എന്റെ മോളുടെ ചെറിയൊരു സ്വരം, ഒരു വാക്ക്, അതെങ്കിലും എനിക്ക് കേട്ടാ മതി. ആ ലേഡിക്ക് എന്റെ കയ്യിലുള്ള എല്ലാം ഞാൻ കൊടുക്കും. അതിനുവേണ്ടിയാണ് ഞാൻ അവരെ വരാൻ പറഞ്ഞു. അങ്ങനെ മുഖം മൂടിയിട്ട ഒരു സ്ത്രീ കൂടെ ഒരു അസിസ്റ്റന്റുമായിട്ട് വരുന്നു. മുഖംമൂടി മാറ്റുമ്പോഴാണ് മനസ്സിലാവുക നമ്മുടെ മലേഷ്യൻ ആക്ട്രസ് ആയ മിഷേൽ യോ ആണ് ഇതിലെ മന്ത്രവാദി. അവര് വന്ന ഉടനെ ചോദിക്കും, മോളുടെ മുറി 3-ാം നിലയിലല്ലേ എന്ന്, നമുക്ക് അവിടെ വെച്ച് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. അത് കേൾക്കുമ്പോൾ തന്നെ വീട്ടമ്മ ഞെട്ടുന്നുണ്ട്. മോളുടെ മുറി 3-ാം നിലയിലാണെന്ന് ഇവരെങ്ങനെ മനസ്സിലാക്കി? അത് കഴിഞ്ഞ് മന്ത്രവാദി നമ്മുടെ ഹീറോയെ കണ്ടുമുട്ടും. നിങ്ങളല്ലേ മിസ്റ്റർ ഹെർക്കുലീസ് പൊയ്റോത്ത്, പ്രശസ്ത ഇൻവെസ്റ്റിഗേറ്റർ? നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് ഞാൻ ഒറിജിനലാണോ ഫേക്ക് ആണോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അതിനാണ് ഈ റൈറ്റർ നിങ്ങളെ വിളിച്ചുകൊണ്ട് വന്നതല്ലേ, അധികം വൈകാതെ നിങ്ങൾക്ക് മനസ്സിലായിക്കോ. അത് കേട്ട് ഹീറോ പറയും, ഞാൻ നിങ്ങളെ ബഹുമാനിക്കാതെ അല്ല മേഡം, എനിക്ക് ഈ പ്രേതത്തിലും പിശാചിലും മന്ത്രവാദത്തിലൊന്നും വിശ്വാസമില്ല, അത്ര മാത്രമേ ഉള്ളൂ. ഇത് ഹീറോ പറഞ്ഞു തീരുമ്പോഴേക്കും സീലിംഗിൽ സ്ഥാപിച്ചിരിക്കുന്ന ഗ്ലാസ് ലൈറ്റ് താഴത്തേക്ക് തനിയെ വീണ് പൊട്ടി ഉടഞ്ഞു പോകും. അത് കണ്ട് കുട്ടികളെല്ലാവരും പേടിക്കുന്നുണ്ട്. സോ ഈ കുട്ടികളെ കൊണ്ടുവന്ന സിസ്റ്റർമാര് ഉടനെ തന്നെ എല്ലാ കുട്ടികളെയും വിളിച്ച് ആഘോഷം കഴിഞ്ഞ് നമുക്ക് തിരിച്ചു പോകാമെന്ന് പറഞ്ഞ് തിരിച്ച് അവരുടെ ഓർഫനേജിലേക്ക് പോകും. അവിടുന്ന് വീണ്ടും അകത്തേക്ക് പോകുന്ന ഹീറോ കാര്യസ്ഥ ലേഡിയോട് ചോദിക്കും, മേഡം ആ കുഞ്ഞ് നമ്മുടെ വീട്ടമ്മയുടെ മോൾ എങ്ങനെയാണ് മരണപ്പെട്ടതെന്ന് സത്യം പറഞ്ഞാൽ ഇതുവരെ ആരും എന്നോട് പറഞ്ഞില്ല, അതിന് കാരണം എന്താണ് എന്ന് ചോദിക്കും. അപ്പോഴാണ് കാര്യസ്ഥ പറയാ, അതൊരു ആത്മഹത്യയായിരുന്നു, വെള്ളത്തിലേക്ക് ചാടി വീണ് ശ്വാസം മുട്ടി മരിച്ചതാണ്. എന്നാൽ ആ പെൺകുട്ടി അങ്ങനെ ചെയ്യില്ല, ഇവിടെയുള്ള ആത്മാക്കളാണ് അവളെ തള്ളിയിട്ട് കൊന്നത്, അങ്ങനെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അവിടെ നിന്ന് ഇവര് നേരെ ആ പെൺകുട്ടിയുടെ മുറിയിലേക്ക് ചെല്ലും. ഈ മുറിയിൽ ആരൊക്കെ ഉണ്ടായിരുന്നു, മരണം കഴിഞ്ഞിങ്ങോട്ട് ആരെങ്കിലും വന്നിരുന്നോ എന്ന് ഹീറോ ചോദിക്കുമ്പോൾ കാര്യസ്ഥ പെണ്ണ് പറയും, ഇല്ല, അത് കഴിഞ്ഞിട്ട് ഇതിനകത്തേക്ക് ആരും തന്നെ കാലെടുത്ത് വെച്ചിട്ടില്ല, എന്റെ കയ്യിൽ മാത്രമാണ് കീ ഉള്ളത്. ഇവര് ഡോറ് തുറന്ന് അകത്തേക്ക് കയറുന്നു. ആ പെൺകുട്ടിയുടെ പടമൊക്കെ കാണാം. സുന്ദരിയായ 17 വയസ്സുള്ള പെൺകുട്ടിയായിരുന്നു അവള്. അവൾക്കൊരു കാമുകനും ഉണ്ടായിരുന്നു. രണ്ടുപേരും അഗാധ പ്രണയത്തിലായിരുന്നു. എന്നാൽ എന്തോ ഒരു വിഷയം കൊണ്ട്, എന്തോ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് കൊണ്ട് രണ്ടുപേരും പിരിഞ്ഞു. ആ പയ്യൻ ഈ പെൺകുട്ടിയെ ചതിച്ചിട്ട് പോയി. അന്നു മുതലാണ് ഇവൾ ഒരുപാട് ഡിപ്രസ്ഡ് ആയത്, വിഷമത്തിലായത്. പഴയ വീട്ടിലിരുന്ന് അവൾ വിഷമിക്കുന്ന കണ്ട് അമ്മ ഈ പുതിയ വീട്ടിലേക്ക്, ഈ പലാസോ വീട്ടിലേക്ക് അവളെ വിളിച്ചുകൊണ്ട് വന്നു. എന്നാലും അവൾ റിക്കവർ ആയിരുന്നില്ല. ഇവിടെ വെച്ച് അവൾ രാത്രിയിൽ പല ഷാഡോസും കാണാൻ തുടങ്ങി, പേടിക്കാൻ തുടങ്ങി, പേടിച്ച് നിലവിളിക്കാൻ തുടങ്ങി. ഞങ്ങൾ അവളെ പരമാവധി കംഫർട്ട് ചെയ്യാൻ ശ്രമിച്ചു, പക്ഷെ സാധിച്ചില്ല. അവസാനം ആ ആത്മാക്കളുടെ പ്രേരണ കാരണം ഞങ്ങളുടെ കുട്ടി മരണപ്പെട്ടു. അവളുടെ ശരീരത്ത് മരിച്ച സമയത്ത് ഏതോ ഒരു പിശാചിന്റെ കൈവിരലുകളാൽ മാന്തപ്പെട്ട അവസ്ഥയിലുള്ള മുറിവുണ്ടായിരുന്നു അവളുടെ പുറത്ത്. എന്നാൽ പോലീസ് പറഞ്ഞത് അത് വീഴ്ചയിൽ പറ്റിയ കട്ട്സ് ആണെന്ന്. ഞങ്ങളത് വിശ്വസിക്കുന്നില്ല. ഇവർക്ക് പുറകെ മന്ത്രവാദി കയറി വന്നിട്ട് ഒരു പാവയെടുത്ത് ഇത് ബാബയാണോ, ബാബയാണല്ലേ എന്ന് പറഞ്ഞതിന് ഉയർത്തും. അത് കണ്ട് വീട്ടമ്മ ഷോക്കായിട്ട് പറയും, അതെ ബാബ ദ റാബിറ്റ്, അങ്ങനെയാണ് എന്റെ മോള്
ആ പാവയ്ക്ക് പേരിട്ടിട്ടുണ്ടായിരുന്നു. അത് മന്ത്രവാദി മനസ്സിലാക്കിയിരിക്കും. പെട്ടെന്ന് ഇവരുടെ കതവിൽ ആരോ വന്ന് മുട്ടുന്നുണ്ട്. വീടിന്റെ കതവില്. അത് ഈ മരിച്ച പെൺകുട്ടിയുടെ പഴയ കാമുകനാണ്. അവന് ഈ വീട്ടിൽ നിന്നും ഒരു എഴുത്ത് പോയിട്ടുണ്ട്. രാത്രി 10 മണിക്ക് ഈ വീട്ടിലേക്ക് ചെല്ലണം. മരിച്ച പെൺകുട്ടി, അതായത് അലീസിയ ഡ്രേക്ക്, അവളെക്കുറിച്ചുള്ള മുഖ്യമായ വിഷയം പറയാനുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ആ ലെറ്റർ പോയിരിക്കുന്നത്. പക്ഷെ അതാരാണ് അയച്ചതെന്നറിയില്ല. വീട്ടമ്മ പറയും, ഞാൻ നിനക്ക് ഒരു കത്തും അയച്ചിട്ടില്ല, എനിക്ക് നിന്നെ കാണണമെന്നുമില്ല. അതിനയാള് ഇവിടുന്ന് ആരോ എന്നെ വിളിച്ചിട്ടുണ്ട്, അതാരാണ് എന്ന് അറിഞ്ഞിട്ട്, ഇതിന് പിന്നിലുള്ള രഹസ്യം അറിഞ്ഞിട്ട് ഞാൻ ഇവിടുന്ന് പോവുള്ളൂ എന്ന് പറയും. അപ്പൊ ആ വീട്ടമ്മ എതിർക്കുന്നില്ല. നിന്റെ ഇഷ്ടപ്രകാരമായിക്കോട്ടെ, ഡു വാട്ട് എവർ യു വാണ്ട്, നിനക്കിഷ്ടമുള്ളത് ചെയ്തോ, നീ എപ്പോഴും ചെയ്യുന്നത് പോലെ എന്ന് പറഞ്ഞ് അവർ മാറിപ്പോകും. അത് കഴിയുമ്പോൾ ഈ മന്ത്രവാദി ഒരു ടൈപ്പ് റൈറ്റർ കൊണ്ടുവന്നിട്ടുണ്ട്. അത് മുഖേനയാണ് ഇവര് പ്രേതവുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ആ വീട്ടിലുള്ള എല്ലാവരെയും ചുറ്റും പിടിച്ചിരുത്തിയിട്ട് അതിന് നടുവേ ഇരിക്കും നമ്മുടെ മന്ത്രവാദി അമ്മച്ചി. ഈ ഇരിക്കുന്ന കൂട്ടത്തിൽ നമ്മുടെ ചെറിയ ബുജ്ജിയുണ്ട്. നിനക്ക് പേടിയില്ലെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയുക, ഞാൻ പ്രേതങ്ങളെ ദിവസവും കാണാറുണ്ട്, നിങ്ങൾ ഫേക്ക് ആണോ സത്യമാണോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. അത് കഴിയുമ്പോൾ ഈ അമ്മ തന്റെ 2 കൈകളും നിവർത്തി പിടിച്ചിട്ട്, ഈ വീട്ടിൽ ഏതെങ്കിലും ആത്മാക്കളുണ്ടോ, അവർക്ക് ഞാനുമായിട്ട് സംസാരിക്കണമെങ്കിൽ ഞാൻ കേൾക്കാൻ തയ്യാറാണ്, ഇപ്പോ നിങ്ങൾക്ക് എന്നോട് സംസാരിക്കാം എന്ന് പറയും. ആ മുറിയിൽ തണുപ്പ് അനുഭവപ്പെടുന്നുണ്ട് എന്ന് നമ്മുടെ എഴുത്തുകാരി പറയുന്നുണ്ട്. പെട്ടെന്നാണ് അമ്മച്ചി ഒരു വിരല് താഴ്ത്തുക. ഇവര് താഴ്ത്തവേ ടൈപ്പ് റൈറ്റർ തനിയെ വൈ എന്ന് ടൈപ്പ് ചെയ്യുന്നുണ്ട്. യെസ് എന്ന് പറയുന്ന പോലെ. അമ്മച്ചി ചോദിക്കും, നീ വന്നോ, എന്താണ് നിന്റെ പേര്, നീ അലീസിയാണോ? അപ്പൊ വീണ്ടും ടൈപ്പ് റൈറ്ററിൽ എ എന്ന് ടൈപ്പ് ആവും. അതെ, അലീസിയ. അപ്പൊ അമ്മച്ചി ചോദിക്കും, നിന്നെ ആരെങ്കിലും ഉപദ്രവിച്ചിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ പറയൂ. വീണ്ടും വൈ എന്ന് ടൈപ്പ് ആവുന്നു. യെസ്. അതാരാണെന്ന് പറയൂ. ഈ അമ്മച്ചി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ തന്നെ പെട്ടെന്ന് നമ്മുടെ പൊയ്റോട്ട് എഴുന്നേറ്റ് പോയി ലൈറ്റ് ഓൺ ആക്കും. ഇവരെല്ലാം പൊയ്റോട്ടിന് ചീത്ത പറയുന്നുണ്ട്. ആ സ്ത്രീ സംസാരിച്ച് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. അപ്പോഴേക്കും നിങ്ങൾ അവരെ നിരുത്സാഹപ്പെടുത്താണോ, പരാജയപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. കുറച്ച് സമയം കൊടുക്കും. അപ്പൊ പൊയ്റോട്ട്, ഇല്ല, ഇനി സമയം കൊടുക്കുന്നില്ല, അതിനു മുന്നേ നമ്മൾ അറിയാത്തൊരു അതിഥി ഇവിടെ ഉണ്ടെന്നും പറഞ്ഞ് ഹീറോ ചിമ്നിന്ന് ഒരാളെ വലിച്ചു താഴെയിടും. അയാളുടെ രൂപവും ഭാവവും കണ്ട് ഹീറോ മനസ്സിലാക്കും, താൻ മന്ത്രവാദിയുടെ സെക്കൻഡ് അസിസ്റ്റന്റ് ആണല്ലേ. അവന് പച്ച കണ്ണുകളാണ്, ഫസ്റ്റ് അസിസ്റ്റന്റിന്റെ അതേ കണ്ണുകൾ. അപ്പൊ നീ ആ ആദ്യ അസിസ്റ്റന്റിന്റെ സഹോദരനാണ്. നിങ്ങൾ 2 പേരും സഹോദരന്മാരാണ്. നീ ഞങ്ങളറിയാതെ ഈ വീടിനകത്തേക്ക് കയറി ഒളിച്ചിരുന്നു. എന്നിട്ട് ഈ മാഗ്നറ്റിക് റിമോട്ട് കൊണ്ട് ആ ടൈപ്പ് റൈറ്റർ പ്രവർത്തിപ്പിച്ചു. ഞങ്ങൾ എല്ലാവരെയും പറ്റിക്കാൻ ശ്രമിക്കുന്നു. വീട്ടമ്മയ്ക്ക് മനസ്സിലാവും, അപ്പൊ നിങ്ങൾ ഫേക്ക് ആയിരുന്നു, നിങ്ങളെ ഞങ്ങൾ വിശ്വസിച്ചല്ലോ. ഹീറോ പറയും, ഞാൻ ഈ മുറിക്കകത്തേക്ക് കിടന്നപ്പോ തന്നെ ചിമ്നിയിൽ ഒരാളുടെ കാൽപാദം കണ്ടു. അതേപോലെ വീടിന്റെ വാതിൽ ആരോ ബലമായി തുറക്കാൻ ശ്രമിച്ചതിന്റെ കീഹോളിലെ പാടും കണ്ടു. നമ്മളെല്ലാവരും ഈ മുറിക്കകത്തേക്ക് കയറുന്നതിന് മുന്നേ തന്നെ മന്ത്രവാദിയുടെ ആള് നമ്മളെ പറ്റിച്ചകത്ത് കയറിയിട്ടുണ്ടായിരുന്നു. ഇത് മിറാക്കിളല്ല, ഫേക്കാണ്. ഇവര് നിങ്ങളെ പറ്റിച്ച് വിശ്വസിപ്പിക്കുന്നു. ഇത് ഹീറോ പറഞ്ഞു തീരുമ്പോഴേക്കും ആ മന്ത്രവാദി തനിയെ കിടന്ന് ചുറ്റിക്കറങ്ങി തന്റെ ശരീരമെല്ലാം വലിഞ്ഞു മുറി എന്തൊക്കെയോ പിച്ചും പേയും പറയുന്നു. ആ കറക്കം നിന്ന ഉടനെ അവര് മമ്മ മമ്മ എന്ന മരിച്ച പെൺകുട്ടിയുടെ സ്വരത്തിൽ അവളുടെ അമ്മയോട് സംസാരിക്കും. എനിക്ക് ദാഹിക്കുന്നു അലീസിയ, അലീസിയ, ഇത് നീ തന്നെയാണോ? അമ്മ ചോദിക്കുകയാണ്. അപ്പൊ മന്ത്രവാദി പറയും, അമ്മേ, എനിക്ക് മരിക്കണ്ടായിരുന്നു. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു? കൊലയാളി, മർഡറർ, നീയാണെന്നെ കൊന്നത് എന്ന് പറഞ്ഞ് ഈ അമ്മച്ചി വീണ്ടും കസേരയിൽ കിടന്ന് വട്ടം കറങ്ങാൻ തുടങ്ങും. ഇവരെല്ലാരും ചോദിക്കുകയാണ്, ആരെയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ആരാണ് നിന്നെ ഹേർട്ട് ചെയ്തത്? ബോധത്തിലേക്ക് തിരിച്ചു വന്ന അമ്മച്ചിയും ചോദിക്കുന്നുണ്ട്, ആ മന്ത്രവാദിയും ചോദിക്കുന്നുണ്ട്, നിന്നെ ആരാണ് ഉപദ്രവിച്ചതെന്ന്. അതിനുത്തരം പറയും മുന്നേ ആ മുറിയിലെ 2 വലിയ വാതിലുകൾ തുറന്ന് ശക്തമായ കാറ്റകത്തേക്ക് അടിക്കും. ടൈപ്പ് റൈറ്ററിൽ എം എന്ന് ടൈപ്പ് ആവുന്നു. അതോടെ അവിടുന്ന് പ്രേതത്തിന്റെ അവസ്ഥ മാഞ്ഞുപോയി. അടുത്ത സീനിൽ നമ്മുടെ കാര്യസ്ഥ, ആ പെണ്ണ് ഫ്രോഡാണ്, നമ്മളെ പറ്റിക്കാൻ ശ്രമിച്ചു എന്ന് പറയുന്നു. കൊച്ചുപയ്യനാണെങ്കിൽ അത് അലീസിയുടെ ശബ്ദം തന്നെയായിരുന്നു, എനിക്ക് മനസ്സിലായി എന്ന് പറയും. ഇവിടെ സംഭവിച്ചതൊന്നും തന്നെ സത്യമാണോ മിഥ്യയാണോ എന്ന് മനസ്സിലാകുന്നില്ല എന്ന് മറ്റൊരാള്. എന്നാൽ ഈ വലിയ കതവ് ശക്തമായി തുറന്നല്ലോ, ഇവിടെ ചില അസ്വാഭാവികമായ സംഭവങ്ങൾ നടന്നു, അത് സത്യമാണ്. നമ്മുടെ വീട്ടമ്മ പറയും, അതെന്റെ മകൾ തന്നെ ആയിരുന്നു, എനിക്ക് അവളെ തിരിച്ചറിയാൻ കഴിഞ്ഞു, എനിക്ക് അവളെ മനസ്സിലായി, അമ്മയ്ക്ക് മോളെ മനസ്സിലാവില്ല. അങ്ങനെ അവര് പറയുന്നു. മൊത്തത്തിൽ ഇത് സത്യമാണോ മിഥ്യയാണോ എന്ന ചോദ്യം മുന്നിൽ നമ്മൾ നിർത്തിക്കഴിയുമ്പോൾ അടുത്ത സീനിൽ എഴുത്തുകാരി ഹീറോയോട് ചോദിക്കും, ഇവിടെ സംഭവിച്ചെല്ലാം നിങ്ങൾ കണ്ടല്ലോ, എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഇവിടെ അമാനുഷികമായ ഒരു ശക്തിയുണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു, നിങ്ങൾ അതിൽ വിശ്വസിക്കുന്നുണ്ടോ? ആ മന്ത്രവാദി പറഞ്ഞത് എന്തെങ്കിലും നിങ്ങൾ സത്യമാണെന്ന് വിചാരിക്കുന്നു? അപ്പൊ ഹീറോ പറയും, അവരുടെ എല്ലാ പ്രവർത്തനങ്ങളും എനിക്കിപ്പോ ഡീകോഡൊന്നും ചെയ്യാൻ പറ്റില്ല, പക്ഷെ കാത്തിരിക്കൂ, എന്തുകൊണ്ടാണ് ഇങ്ങനെയെല്ലാം സംഭവിച്ചതെന്ന് ഞാൻ കണ്ടുപിടിച്ച് പറയാം. ഇവരകത്തേക്ക് ചെല്ലുമ്പോൾ നമ്മുടെ മന്ത്രവാദി അമ്മച്ചി അവിടെ ഇരിപ്പുണ്ട്.
ഇരിപ്പുണ്ട്. അവര് പറയും എന്നെ വീട്ടമ്മ പോകാൻ പറഞ്ഞിട്ടില്ല, അവരൊരു ദിവസം കൂടി എന്നെ താമസിക്കാൻ പറഞ്ഞു. തന്റെ മോളാണ് അവരോട് സംസാരിച്ചതെന്ന് അവർ വിശ്വസിക്കുന്നുണ്ട്. അവൾക്ക് എന്തോ പറയാനില്ലേ, അത് കേൾക്കാൻ വേണ്ടി അമ്മ കാത്തിരിക്കുകയാണ്. അത് കേട്ട് ഹീറോ പറയും, ഞാൻ ഒരുപാട് ഫ്രോഡുകളെ കണ്ടിട്ടുണ്ട്, ആ ഫ്രോഡിൽ തന്നെ നിങ്ങൾ ഒരു ഗിഫ്റ്റഡ് വൺ ആണ്. അതിനാ മന്ത്രവാദി. ഞാനൊരു ഫ്രോഡായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, പക്ഷെ അങ്ങനെയല്ല. ഞാൻ ചില കാര്യങ്ങൾ ചെയ്തു, അതെന്റെ കസ്റ്റമേഴ്സിനെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ സത്യത്തിൽ ആത്മാക്കളുടെ ശബ്ദം എനിക്ക് കേൾക്കാൻ കഴിയും. ഞാനൊരു നഴ്സായിരുന്നു, വാർ സോണിലെ നഴ്സ്, യുദ്ധക്കളത്തിലെ നഴ്സ്. എത്രയോ മരണങ്ങൾ എന്റെ മുന്നിൽ സംഭവിച്ചു. ഞാൻ സാക്ഷിയാണ്. അവരുടെ എല്ലാം കരച്ചിലുകൾ എനിക്ക് ഇന്നും കേൾക്കാം. ആ ആത്മാക്കളെയെല്ലാം ഇന്നും എനിക്ക് കാണാൻ പറ്റുന്നു. ഞാൻ പറഞ്ഞ സത്യമാണ്. അലീസിയയ്ക്ക് സംഭവിച്ചത് കൊലപാതകമാണ്. ഒരു ദിവസം കൂടി കാത്തിരുന്നാൽ യാഥാർത്ഥ്യം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കും. നിങ്ങൾ എന്നെ വിശ്വസിക്കും. എന്നാൽ ഹീറോ ഈ അമ്മച്ചി പറയുന്നൊന്നും വിശ്വസിക്കുന്നില്ല. അവര് പറയും, എന്നെ പോലെ തന്നെയാണ് നീയും. ഞാൻ എവിടെയെല്ലാം ചെല്ലുന്നുണ്ടോ അവിടെയെല്ലാം മരണം. അതേപോലെ നീ എവിടെയെല്ലാം ചെല്ലുന്നുണ്ടോ അവിടെയെല്ലാം മരണം. നിന്റെ ജീവിതകാലം മുഴുവൻ മരണങ്ങളാണ് നീ കണ്ടിട്ടുള്ളത്. സോൾജിയേഴ്സ്, ഫ്രണ്ട്സ്, നിന്റെ കാമുകിയായിരുന്ന കാതറിന്റെ പേര് പറയുമ്പോൾ ഹീറോയും ഷോക്കാവുന്നുണ്ട്. ആ പേര് ആർക്കും അറിയില്ല. നായകന്റെ സ്വകാര്യ കാമുകിയാണത്. ഹീറോ ചോദിക്കും, നിങ്ങൾ ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതുമെല്ലാം സത്യമാണ് എന്ന് നിങ്ങൾ ധരിക്കുന്നുണ്ടോ? അത് കേട്ട അമ്മച്ചി പറയും, സത്യമാണെങ്കിൽ എന്ത്, അല്ലെങ്കിൽ എന്ത്? ഞാൻ ആരെയും ഉപദ്രവിക്കുന്നില്ലല്ലോ. എന്നിലുള്ളതൊരു മാജിക്കാണ്, ആരെയും ദ്രോഹിക്കാത്ത മാജിക്. അത് മനസ്സിലാകണമെങ്കിൽ ഇത് കുറച്ചു നേരം ധരിച്ചു നോക്കെന്നും പറഞ്ഞു ആ അമ്മച്ചി അവരുടെ വേഷം, മുഖംമൂടി വേഷം എടുത്ത് ഹീറോയ്ക്ക് ഇട്ടുകൊടുത്തിട്ട്, ഇനി നമ്മൾ തമ്മിൽ കാണുമോ എന്നറിയില്ല, പക്ഷെ കാണണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്നും പറഞ്ഞ് അവര് മാറിപ്പോകും അവിടുന്ന്. ഹീറോ എന്തെങ്കിലും ആവട്ടെ, ആ സ്ത്രീ എന്താണോ ഏതോ ഒന്നും മനസ്സിലായില്ല. എന്തായാലും തിരിച്ച് മുറിയിലേക്ക് പോകാന്ന് പറഞ്ഞ് ആ വേഷം അഴിച്ചു വെക്കാതെ തന്നെ തിരിഞ്ഞ് മുറിയിലേക്ക് നടന്നു പോകുന്നു. പോകുന്ന വഴി കുറച്ച് ആപ്പിൾ ഇരിക്കുന്ന കാണും, നല്ല ഫ്രഷ് ആപ്പിൾ. അത് മണത്ത് നോക്കിയിട്ട് കഴിക്കാന്ന് വെച്ചിട്ടാണോ അതോ ഒറ്റയടിക്ക് വാ തുറന്ന് കടിച്ചെടുക്കാന്ന് വെച്ചിട്ടാണോ പുള്ളി ആപ്പിളിനോടുള്ള ഇഷ്ടത്തിൽ തല കുനിക്കവേ പുറകിന്ന് ആരോ ഹീറോയെ പിടിച്ച് ആ ടേബിൾ വെള്ളത്തിൽ മുക്കി കൊല്ലാൻ ശ്രമിക്കും. പൊയ്റോട്ടിന് അനക്കം നിൽക്കുമ്പോഴാണ് ആള് കൈവിടുന്നത്. കൈവിട്ട് അവിടുന്ന് മാറിപ്പോകും. ഭാഗ്യത്തിന് സെക്കൻഡുകൾ കഴിയുന്നതിന് മുന്നേ ഹീറോയുടെ സെക്യൂരിറ്റി അവിടെ എത്തിക്കഴിയും. അങ്ങേര് ഹീറോയെ രക്ഷപ്പെടുത്തും. വെള്ളത്തിൽ നിന്ന് വലിച്ചു മാറ്റിയിടുമ്പോഴേക്കും പുള്ളിക്കാരന് ശ്വാസം വരും. അപ്പോഴാണ് ഹീറോ ഒരു കാര്യം ഓർക്കുക, ആലോചിക്കുക, ഈ രൂപം എന്റേതല്ല, ഈ മാസ്ക് മന്ത്രവാദിയുടേതായിരുന്നു. അങ്ങനെയാണെങ്കിൽ അവരെ ആയിരിക്കും ആരെങ്കിലും കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ടാവുക എന്നങ്ങേര് പറഞ്ഞു തീരും മുന്നേ എല്ലാവരും നിലവിളിക്കുന്ന ശബ്ദം കേൾക്കും. ബാൽക്കണിയിലേക്ക് എല്ലാവരും ഓടിപ്പോകും. നോക്കും പണ്ട് നമ്മുടെ മന്ത്രവാദി കെട്ടിടത്തിന്റെ ഈ വീടിന്റെ മണ്ടയെന്ന് വീണ് ഒരു പ്രതിമയിൽ വയറ് കുത്തി കീറി മരണപ്പെട്ട് കിടക്കും. ഹീറോ ഉടനെ പോലീസ് സ്റ്റേഷനിൽ വിളിക്കാൻ പറയും. നമ്മുടെ സെക്യൂരിറ്റി അവിടെ മറഞ്ഞു കിടന്ന ഒരു ഫോൺ എടുത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കുന്നുണ്ട്. ഈ സമയത്ത് ഹീറോ ഷോക്കിലായതുകൊണ്ടും ക്ഷീണിച്ചിരിക്കുന്നതുകൊണ്ടും നമ്മുടെ വീട്ടമ്മ ഹീറോയ്ക്ക് ഒരു ഗ്ലാസ് ലെമൺ ടീ കൊടുക്കും. ഇവര് ഫോൺ വിളിച്ചിട്ട് കോള് കണക്ട് ആവുന്നില്ല. അവിടെ ശക്തമായ മഴയും കാറ്റും ഉള്ളതുകൊണ്ടായിരിക്കും. നമ്മുടെ പെൺകുട്ടിയുടെ പഴയ കാമുകം പറയും, മേ ബി ആ ലേഡി ചാടി ആത്മഹത്യ ചെയ്തായിരിക്കാം. അവരുടെ നിപ്പും നോട്ടവും കണ്ടപ്പോൾ എനിക്ക് അങ്ങനെയാ തോന്നിയത്. അവരിപ്പോൾ ആർക്കാണ് കൊല്ലാൻ താല്പര്യം ഇവിടെ? അത് കേട്ട് റൈറ്റർ പറയും, ഇല്ല, അവര് കൊലപാതകത്തെക്കുറിച്ച് സംസാരിച്ചില്ലേ, ഇവിടെ സംഭവിച്ചത് ഒരു കൊലപാതകമാണെന്ന് പറഞ്ഞിരുന്നു. ഒരുപക്ഷെ അവരെന്തെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടാകാം, അതുകൊണ്ട് അവർക്ക് സംഭവിച്ച വിപത്തായിരിക്കാം. ഇത് അവര് പറയുമ്പോൾ വീട്ടമ്മ പറയും, എന്റെ മോളുടെ ശബ്ദത്തിലാണ് അവര് സംസാരിച്ച്, അതുമാത്രം എനിക്ക് കൃത്യമായിട്ട് അറിയാം. ഉടനെ ഹീറോയ്ക്ക് എന്തൊക്കെയോ മനസ്സിലായിട്ട് തോന്നിയിട്ട് പുള്ളിക്കാരൻ ഗേറ്റിന്റെ അങ്ങോട്ട് എഴുന്നേറ്റ് പോകുന്നുണ്ട്. അങ്ങേര് ചെന്ന ആ വീടിന്റെ മെയിൻ ഡോർ ലോക്ക് ചെയ്യും, മെയിൻ ഗ്രിൽ ഡോർ ലോക്ക് ചെയ്യും. എന്നിട്ട് എല്ലാവരോടും കൂടി പറയും, ഇവിടെ നമ്മളല്ലാതെ മറ്റാരുമില്ല, നമ്മളിൽ ആരോ ഒരാളാണ് ആ മന്ത്രവാദി ലേഡിയെ കൊന്നതും എന്നെ കൊല്ലാൻ ശ്രമിച്ചതും. അതാരാണെന്ന് കണ്ടുപിടിക്കാതെ നമ്മൾ ആരും തന്നെ ഇവിടുന്ന് പോകുന്നില്ല, പോലീസുകാര് വരുന്നത് വരെ. പോലീസ് എന്തായാലും ഇനി നാളെ വരൂ. എനിക്ക് ഓരോരുത്തരെയും ചോദ്യം ചെയ്യണമെന്ന് പറഞ്ഞ് ഹീറോ ഓരോരുത്തരെയും തനിച്ച് വിളിച്ച് ചോദ്യം ചെയ്യും. ആദ്യമേ നമ്മുടെ വീട്ടം, മന്ത്രവാദി മരിക്കുമ്പോൾ നിങ്ങൾ എവിടെയായിരുന്നു എന്ന് ചോദിക്കും. അവര് പറയും, അവര് മ്യൂസിക് റൂമിലായിരുന്നു. ശബ്ദം കേട്ടിട്ട് നിങ്ങൾ എങ്ങോട്ടാണോ ഓടി വന്നത്? അവര് ബാൽക്കണിയിലേക്കാണോ ഓടി വന്നത്? അങ്ങനെയാണെങ്കിൽ ആ ബാൽക്കണിയുടെ നേർ താഴെയായി വീടിന്റെ ഏത് ഭാഗമാണുള്ളത്? ഒരുപക്ഷെ ആ ബാൽക്കണിയിൽ നിന്നെങ്ങാനാണോ ഈ ലേഡി വീണ് മരിച്ചെന്നറിയാൻ വേണ്ടിയിട്ടായിരിക്കും ഹീറോ അങ്ങനെ ചോദിച്ചിട്ടുണ്ടാവും. എന്നാൽ ആ ബാൽക്കണിയിൽ നിന്ന് നേരെ കോണ്ടാക്ട് വരുന്നത് ഗാർഡനിലേക്കാണ്. ഈ വീടിനകത്ത് തന്നെയുള്ള ഒരു ഗാർഡനിലേക്ക്. അതിലെ ചെടികളെല്ലാം ഇപ്പൊ പറിച്ചു കളഞ്ഞിട്ടുണ്ട്, എല്ലാം കരിഞ്ഞുപോയി. മോൾക്ക് ഒരുപാട് ഇഷ്ടമുള്ള ചെടികളായിരുന്നു അവിടെ, പ്രത്യേകതരം പൂവുള്ള ഭംഗിയുള്ള ചെടി. അതിൽ നിന്നും അവർ തേനും ഉണ്ടാക്കിയിരുന്നു, വൈൽഡ് ഫ്ലവർ ഹണി. മോൾക്ക് ഒരുപാട് ഇഷ്ടമുള്ള ചെടികളായിരുന്നു അത്, ഗാർഡൻ ആയിരുന്നു അത്. എന്നാൽ മോള് പോയതോടെ ആ പൂന്തോട്ടം കാണാൻ വിഷമായതുകൊണ്ട് തന്നെ അമ്മ ആ പൂന്തോട്ടം ഇല്ലാതാക്കി കളഞ്ഞു. ഹീറോ ചോദിക്കും, നിങ്ങൾ എന്തുകൊണ്ടാണ് മന്ത്രവാദിയെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയതെന്ന്. അമ്മച്ചി പറയും, മന്ത്രവാദി അമ്മയാണ് അമ്മച്ചിക്ക് ഒരു ലെറ്റർ എഴുതിയത്. ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നോട്ടെ, നിങ്ങളുടെ മോളുമായിട്ട് എനിക്ക് സംസാരിക്കാൻ കഴിയുമെങ്കിൽ ഞാൻ അതിന് ശ്രമിച്ചു നോക്കാമെന്ന് പറഞ്ഞു. ആ മന്ത്രവാദിയെ ഈ വീട്ടമ്മയ്ക്ക് നേരത്തെ അറിയായിരുന്നു. ഈ വീട്ടമ്മ ഒരു പ്രശസ്ത പാട്ടുകാരിയായിരുന്നു. എന്നാൽ മോൾ ഉണ്ടായതോടുകൂടി അവര് പാട്ട് പാടുന്നത് നിർത്തി. ഇപ്പൊ മോള് മരണപ്പെട്ടതുകൊണ്ട് തന്നെ മുഴുവനായിട്ടും പാട്ടിൽ നിന്ന് മാറി നിൽക്കും.
നിൽക്കുക. പണ്ട് പാട്ടുകാരിയായിരുന്ന സമയത്താണ് ഈ മന്ത്രവാദിയെ പരിചയപ്പെട്ടത്. അങ്ങനെ തമ്മിലുള്ള അറിവ് പ്രകാരമാണ് അവര് വരാന്ന് പറഞ്ഞതും ഇവർ ക്ഷണിച്ചത്. ഇവരുടെ ഭർത്താവ് മരണപ്പെട്ടു പോയി. പിന്നെ മോള് തന്നെയായിരുന്നു ജീവിതമായിട്ടുണ്ടായിരുന്നത്. മറ്റ് കല്യാണങ്ങൾ വന്നെങ്കിലും ഇവര് തയ്യാറായില്ല. മോളുടെ കൂടെ തന്നെ ജീവിച്ചു. മോള് വളർന്നു വലുതായപ്പോൾ ഒരാളെ പ്രണയിച്ചു. അവൾക്ക് അവനെ സ്വന്തമാക്കണമെന്ന് ഒരുപാട് മോഹം ഉണ്ടായിരുന്നു. എന്നാൽ മറ്റൊരു കാശുകാരിയെ കണ്ടപ്പോൾ അവൻ എന്റെ മോളെ ഇട്ടിട്ടു. അതുകൊണ്ടാണ് എന്റെ മോൾക്ക് ഇത്രയും വലിയ ദുരന്തം സംഭവിച്ചത്. ഇതെല്ലാം ആ വീട്ടമ്മയെന്ന് കേട്ടറിഞ്ഞതിന് ശേഷം ഇവരടുത്തായി നമ്മുടെ കാര്യസ്ഥ പെണ്ണിനെ ക്വസ്റ്റ്യൻ ചെയ്യും. ഹീറോയ്ക്ക് ഇവരെല്ലാം ചോദ്യം ചെയ്യാൻ വേണ്ടി കൂട്ടുപോകുന്നത് എഴുത്തുകാരിയാണ്. മരണം സംഭവിച്ച സമയത്ത് നിങ്ങൾ എവിടെയായിരുന്നു ചോദിക്കുമ്പോൾ കാര്യസ്ഥ പെണ്ണ് പറയും, ഞാൻ മ്യൂസിക് റൂമിലായിരുന്നു വീട്ടമ്മയുടെ കൂടെ. മിഡ് നൈറ്റിൽ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. സമയം എത്രയാന്ന് ചോദിക്കും. നിങ്ങൾ അവിടെ ഉണ്ടായിരുന്നപ്പോഴത്തെ സമയം. ഈ വിപത്ത് നടക്കുന്നത് കറക്റ്റ് 12-12:05 ഇടയിലാണ്. ആ സമയത്തെല്ലാം ഇവര് മ്യൂസിക് റൂമിനകത്ത് തന്നെ ആയിരുന്നു എന്നാൽ ലേഡി തറപ്പിച്ച് പറയും. ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹീറോയ്ക്ക് വീടിനകത്തു നിന്നും പല അശരീരികളും കേൾക്കുന്നുണ്ട്. ആരുടെയൊക്കെയോ പ്രസൻസ് ഉള്ളതുപോലെ. അതേപോലെ ഫ്രണ്ടിൽ തനിക്ക് മുന്നിൽ സ്റ്റാൻഡിൽ കുറെ അധികം പാൻ നിരത്തി വെച്ചിട്ടുണ്ട്. അവിടുന്ന് വെള്ളം എം ആകൃതിയിൽ ഒഴുകുന്നത് പോലെ ഹീറോയ്ക്ക് തോന്നും. എന്നാൽ അടുത്ത് ചെന്ന് തൊട്ടു നോക്കുമ്പോൾ വെള്ളമൊന്നുമില്ല. തനിക്കും ചില അമാനുഷിക പ്രസൻസ് ഫീൽ ചെയ്യുന്നുണ്ടെന്ന് ഹീറോയ്ക്ക് മനസ്സിലായി. അവിടുന്ന് ഹീറോ ആർട്ട് മുറിയിലേക്ക് ചെല്ലുകയാണ് നമ്മുടെ ഡോക്ടറെ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി. ഈ ഡോക്ടറും മോനും അലീസിയ ആ മരിച്ച പെൺകുട്ടിയെ ചികിത്സിക്കാൻ വേണ്ടി വന്നവരായിരുന്നു. ഇപ്പൊ കുറച്ചു നാളായിട്ട് ഇവിടെ തന്നെയാണ് താമസം. ആ ഡോക്ടർ ആണെങ്കിൽ ഒരുപാട് നെർവസ് ആണ്. സ്റ്റഡി ആയ അയാളെ കൊണ്ട് പ്രവർത്തിക്കാൻ കഴിയുന്നില്ല. മരണത്തിന്റെ ഡീറ്റെയിൽസ് ചോദിക്കുമ്പോൾ അങ്ങേര് പ്രത്യേകമായി ഒന്നും നോട്ട് ചെയ്ത് വെച്ചിട്ടില്ല. എസ്പെഷ്യലി ലേഡി മരിച്ച സമയം അവരുടെ കയ്യിലെ വാച്ച് പൊട്ടിപ്പോയതുകൊണ്ട് അതിലെ സമയം സ്റ്റക്കായിട്ടുണ്ട്. അതാണല്ലോ മരിച്ച സമയം 12:05 മുന്നേ. അതൊന്നും ഇയാൾ നോട്ട് ചെയ്തിട്ടില്ല. എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ പ്രധാനപ്പെട്ട കാര്യമൊന്നും നോട്ട് ചെയ്യാത്തതെന്ന് ഹീറോ ചോദിക്കവേ ഈ ഡോക്ടർ ടെൻഷനാവും. താൻ എന്നെ മണ്ടനാണെന്ന് വിചാരിച്ചോ എന്ന് പറഞ്ഞു പുള്ളിക്കാരൻ അടുത്തുള്ള സാധനങ്ങളൊക്കെ എടുത്ത് ഉടക്കിയാണ്. ശബ്ദം കേട്ട് വന്ന മോൻ അയാളുടെ മകൻ, ഡാഡി എന്താ കുഴപ്പം, ഞാനിവിടെ ഉണ്ടല്ലോ, അപ്പം ദേഷ്യപ്പെടാതെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി, കാമായിട്ടിരിക്കൂ എന്ന് പറഞ്ഞിട്ട് പോ. മോന്റെ സ്വരം കേൾക്കുമ്പോഴാണ് പുള്ളിക്കാരൻ കാമാവുന്നത്. ഈ ഡോക്ടറെ രൂപവും ഭാവവും ശരീരത്തിലെ മുറിവുകളും കാണുമ്പോൾ ഹീറോയ്ക്ക് മനസ്സിലാകും പുള്ളിക്കാരൻ ആർമിയിൽ വർക്ക് ചെയ്തിരുന്ന ആളാണ്. നിങ്ങൾ സെർവ് ചെയ്തിട്ടുണ്ടായിരുന്നു. എപ്പോഴാണെന്ന് ചോദിക്കും. ഒരു പഴയ യുദ്ധം, ബെർഗൻ ബെൽസൺ യുദ്ധത്തിലാണ് ഇങ്ങനെ സെർവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അന്ന് ഇവര് ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പിൽ എത്തിപ്പെട്ടു. അവിടെ മരിക്കാൻ കിടക്കുന്ന ഒരുപാട് പേരെ കണ്ടു. ഈ നാസികളൊക്കെ പിടിച്ചു വെച്ച് കൊന്നിട്ടില്ലേ, അതുപോലത്തെ ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പിൽ മരിക്കാൻ കിടക്കുന്ന ആൾക്കാരാ, എല്ലും തോലുമായിട്ട്. ഇവരുടെ കയ്യിലാണെങ്കിൽ ആസ്പിരിനും ഓപ്പിയമോ ഉള്ളു. ഒന്ന് ആസ്പിരിനും ഒന്ന് ഓപ്പിയവും. ചികിത്സിക്കാൻ നോക്കിയിട്ട് ഫലമൊന്നും ഉണ്ടായില്ല. സൂചി കുത്തി വെച്ച് കഴിഞ്ഞാൽ മരിച്ചു. ആ അവസ്ഥയിൽ എന്ത് ചെയ്യാൻ പറ്റും? അവരിട്ടിട്ട് പോണോ അതോ കൊന്നിട്ട് പോവേ? തീരുമാനം എടുക്കാൻ പറ്റാത്ത അവസ്ഥയിൽ, ആ ജീവനുകൾ അങ്ങനെ കാണാൻ പറ്റാത്ത അവസ്ഥയിൽ ഈ ഡോക്ടർ ഓപ്പിയം ഉപയോഗിച്ച് ആ ക്യാമ്പെല്ലാം തകർത്തു. അവിടെയുള്ള രോഗികൾ ഉൾപ്പെടെ എല്ലാവരും ഇല്ലാതാക്കി. ബോംബിട്ട് തകർത്തു കളഞ്ഞു. എന്നിട്ട് ഇങ്ങേര് സ്വന്തം ശരീരത്തേക്ക് ഷൂട്ട് ചെയ്ത് മരിക്കാനും ശ്രമിച്ചു. എന്നാൽ മരണപ്പെട്ടില്ല. കൂടെയുള്ളവർ രക്ഷപ്പെടുത്തി ജോലിയിൽ നിന്നും പറഞ്ഞുവിട്ട് ഇയാളുടെ ലൈസൻസും തിരിച്ചു വാങ്ങിച്ചു. പിന്നീട് ഇയാൾ ജോലി ചെയ്തിട്ടില്ല. അവസാനമായി തന്റെ കൂട്ടുകാരിയുടെ മകളായ അലീസിയ ഈ പെൺകുട്ടിക്ക് ഒരു ആപത്താണ് എന്നറിഞ്ഞതുകൊണ്ട് മാത്രം, അവൾക്ക് വേണ്ടി മാത്രം അവളെ ചികിത്സിക്കാൻ വേണ്ടിയിട്ടാണ് ഇയാൾ വന്നത്. ഇതിൽ ഈ ഡോക്ടറെ ചെറുപ്പകാലത്തെ വൺ സൈഡ് ലവ് ആയിരുന്നു നമ്മുടെ വീട്ടമ്മ. അവളെ വീണ്ടും കാണാൻ വേണ്ടിയിട്ടാണ് മകളെ ചികിത്സിക്കാൻ വേണ്ടി ഡോക്ടർ ഇങ്ങോട്ട് വന്നത്. ഹീറോ ചോദിക്കും, നിങ്ങൾ അലീസിയുടെ ബോഡി കണ്ടതിൽ ആ പെൺകുട്ടി കൊല ചെയ്യപ്പെട്ടിരിക്കാനാണോ സാധ്യത? എന്താണ് നിങ്ങളുടെ അസംഷൻ? അത് കേട്ട് ഡോക്ടർ പറയും, അവൾക്ക് സഹായം വേണമായിരുന്നു. ഷീ നീഡഡ് ഹെൽപ്പ്. പക്ഷേ ഞാൻ അവൾക്ക് കൊടുത്ത സെഡേറ്റീവ്സ് ആണ്. ഒരു വിഡ്ഢിയായി എനിക്ക് മനസ്സിലായില്ല. അവളുടെ മനസ്സിനെയാണ് ചികിത്സിക്കേണ്ടത്. അവൾ പറയുന്നൊന്നും ഞാൻ വിശ്വസിച്ചില്ല, കേട്ടില്ല. ഞാൻ അവൾക്ക് സെഡേറ്റീവ് കൊടുത്തുകൊണ്ടിരുന്നു. തന്റെ മനസ്സിലുള്ളതെല്ലാം അടക്കിപ്പിടിച്ച് അതൊന്നും വെളിപ്പെടുത്താൻ കഴിയാതെ, പറയാൻ കഴിയാതെ ആ പെൺകുട്ടി മരണപ്പെടുകയാണ് ചെയ്തു. മറ്റൊന്നും എനിക്കറിയില്ല എന്ന് പറഞ്ഞു ആ ഡോക്ടർ വിറയ്ക്കാൻ തുടങ്ങും. അയാളുടെ അവസ്ഥ ശരിയല്ല എന്ന് മനസ്സിലാക്കി ഹീറോ അവിടെ നിന്ന് മാറിപ്പോകുന്നുണ്ട്. ബാത്റൂമിൽ കയറി ഒന്ന് ഫ്രഷ് ആവാൻ നോക്കുമ്പോഴാണ് തന്റെ കൈകൾ വിറയ്ക്കുന്ന അയാൾക്ക് മനസ്സിലാവും. ഹീറോയുടെ കൈകളും വിറയ്ക്കുന്നു. ടാപ്പിനകത്ത് നിന്ന് വെള്ളവും വരുന്നു. തനിക്ക് എന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പെട്ടെന്നാണ് ഒരു പെൺകുട്ടിയുടെ രൂപം അയാളുടെ പുറകിലായിട്ട് നിൽക്കുന്ന കാണും.